സ്ക്രീൻ വിസിബിൾ ആണോ എല്ലാവർക്കും? അതെ മിസ്. ഓക്കെ, ഇന്ന് നമ്മൾ പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സ് അനാലിസിസ്. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് എന്താ? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് ആയിരുന്നു അല്ലേ? എന്താണ് ഫ്ലെക്സിബിലിറ്റി, എന്താണ് സ്റ്റിഫ്നെസ് എന്നൊക്കെ നമ്മൾ മൊഡ്യൂൾ 2ന്റെ ലാസ്റ്റ് ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടു മെട്രിക്സ് മെത്തേഡ്. അതിലാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വരുന്നത്, സ്റ്റിഫ്നെസ് മെട്രിക്സ് വരുന്നത്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ മൊഡ്യൂൾ 3 പഠിച്ചതാണ്. എന്താണ് ഫ്ലെക്സിബിലിറ്റി? ആരെങ്കിലും എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? അഞ്ജലി, എന്താ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാല്? ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാല് ഒരു ഡിഫ്ലക്ഷൻ. എപ്പോ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ? ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എവിടെയും ഉണ്ടാകുന്ന ഒരു ഡിഫ്ലക്ഷൻ. ഓക്കെ, ഫ്ലെക്സിബിലിറ്റിയുടെ കറക്റ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലോഡ്, അതായത് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫ്ലെക്സിബിലിറ്റിയുടെ ഇൻവേഴ്സ് ആണ്, നേരെ ഓപ്പോസിറ്റ്. അതായത് യൂണിറ്റ് ഡിഫ്ലക്ഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര ഫോഴ്സ് കൊടുക്കണം? ഞാനൊന്ന് എഴുതരാം. ഫ്ലെക്സിബിലിറ്റി നമ്മൾ പറഞ്ഞത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു യൂണിറ്റ് ലോഡ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്താൽ ഏതാണോ നമ്മുടെ പോയിന്റ് നമുക്ക് എടുക്കേണ്ടത് അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുക. ദെൻ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. അതായത് യൂണിറ്റ് ഡിഫ്ലക്ഷൻ നമുക്ക് ഉണ്ടാക്കണം, യൂണിറ്റ് ഡിഫ്ലക്ഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേണ്ട ഫോഴ്സ് ഓർ ആക്ഷൻ റിക്വയർഡ് or force required to produce unit deflection. കൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ഫ്ലെക്സിബിലിറ്റിയിൽ ഡിഫ്ലക്ഷൻ ആണ് എന്ത്? യൂണിറ്റ് ലോഡ് കോസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിഫ്ലക്ഷൻ നമുക്ക് ഉണ്ടാക്കണം, അതിന് വേണ്ട ഫോഴ്സ് ആണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൽ നമ്മൾ ഇക്വേഷൻ, ഫ്ലെക്സിബിലിറ്റി കാരണം ഉണ്ടാവുന്ന ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഇൻറ്റു പി മെട്രിക്സ് ഈക്വൽ ടു ഡെൽറ്റ. അത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ എല്ലാത്തിലും യൂസ് ചെയ്ത ഇക്വേഷൻ ആണത്. ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ഇത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആയിരുന്നു, ഇത് ലോഡ് മെട്രിക്സ്, ഇത് ഡെൽറ്റ മെട്രിക്സ്, ഡിഫ്ലക്ഷൻ. ഇതാണ് ഇക്വേഷൻ. ആൻഡ് സ്റ്റിഫ്നെസ്സിന് വരുന്ന ഇക്വേഷൻ എന്താണ് ഇവിടെ വരുന്നത്? നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഡെറിവേഷൻ ഒക്കെ പഠിച്ചതാണ്. പി ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ. ഇതാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഇവിടെ കെ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആൻഡ് പി എന്ന് പറയുന്നത് ലോഡ്. ഓക്കെ, ആൻഡ് ഒരു ഇക്വേഷൻ കൂടെ ഉള്ളത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1/k ആണ്. അതായത് നമ്മൾ എന്താണോ ഫ്ലെക്സിബിലിറ്റിയുടെ മെട്രിക്സ് കണ്ടാൽ അതിന്റെ ഇൻവേഴ്സ് ആണ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഓക്കെ അല്ലേ? ഫ്ലെക്സിബിലിറ്റി എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും, അതിന്റെ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഡെഫിനിഷൻ വൈസും എന്താണ്? ഫ്ലെക്സിബിലിറ്റിയുടെ ഇൻവേഴ്സ് ആണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങൾ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഞാനിപ്പോ മൊഡ്യൂൾ 4 നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡില് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുണ്ട്. അതായത് അതിന്റെ തിയറി പാർട്ട് ഉണ്ട്. അത് ആക്ച്വലി നിങ്ങൾക്ക് മൊഡ്യൂൾ 5 സ്റ്റാർട്ടിംഗ് പോർഷനിലാണ് വരുന്നത്. അപ്പൊ ഞാനിപ്പോ ആദ്യം ആ ഒരു തിയറി പോർഷൻ എടുക്കും, അത് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 4 വരാണ്. അപ്പൊ ഞാനിപ്പോ മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ ആദ്യം പഠിപ്പിക്കുന്ന പോർഷൻ ആക്ച്വലി മൊഡ്യൂൾ 5 അത് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ തിയറി പോർഷൻ ആണ്. നിങ്ങൾക്ക് അത് പഠിച്ചാലേ പിന്നെ അതിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അതായത് നമ്മൾ ഇപ്പം ഒരു ബീം എലമെന്റ് എടുത്തു, ബീമിലെ എലമെന്റിൽ കഴിഞ്ഞ മൊഡ്യൂളിൽ എന്താണ് ചെയ്തത്? മൊമെന്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് 2 കോർഡിനേറ്റ്സ് കൺസിഡർ ചെയ്തു, നോഡ് കൺസിഡർ ചെയ്തു, ജോയിൻസ് കൺസിഡർ ചെയ്തു ഇല്ലേ? അതായത് നമുക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ബീം തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് ഇതാണ് എന്റെ ബീം എങ്കിൽ ഇവിടെ എത്ര എലമെന്റ് ഉണ്ട് നോക്കും. എലമെന്റ്സ് ഇവിടെ എത്ര ഉണ്ട്? 1, 2 എലമെന്റ്സ് ഉണ്ട്. ദെൻ നോഡ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സപ്പോർട്ട് നോഡ് ആകാം, ദെൻ
ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റും ഒരു നോഡാകാം. ദെൻ ജോയിൻസ് എന്ന് പറയുന്നത് എന്താണ്, സപ്പോർട്ടിൽ വരുന്നതാണ് ജോയിൻസ് എന്ന് പറയുന്നത്. ആൻഡ് പിന്നെന്താണ് കോർഡിനേറ്റ്സിനെ പറ്റി പറഞ്ഞു. കോർഡിനേറ്റ്സ് എന്താണ്, ഒരു ബീം ആണെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ രണ്ട് എൻഡിൽ, ബീമിന്റെ ഒരു എലമെന്റിന്റെ രണ്ട് എൻഡിലായിട്ട് നമ്മൾ മൊമെന്റ്, ഇതൊരു മൊമെന്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ, കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡയറക്ഷനും ലോഡിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു കോർഡിനേറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ഐദർ ഫോഴ്സ് ആകാം അല്ലെങ്കിൽ അതൊരു ഡിഫ്ലക്ഷൻ ആകാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ കാണിച്ചാൽ ഇതെന്താണ്, മൊമെന്റ് ഓർ റൊട്ടേഷൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാൻ നേരം എന്താണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ആദ്യം ഞാൻ ഫ്ലെക്സിബിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് വരാം. ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് എന്തായിരുന്നു, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിച്ചു അല്ലേ. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. ആൻഡ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ എത്ര കിട്ടി, സപ്പോസ് 1 കിട്ടിയെന്ന് വെക്കാം. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 1 കിട്ടിയാൽ ആ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക അല്ലേ. ആൻഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഓർഡർ എന്താന്ന് പറഞ്ഞു, 1/1 ആയിരിക്കും. എത്രയാണോ നമ്മുടെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി അത്രയും നമ്പർ ഓഫ് റിഡൻഡന്റ് ഫോഴ്സുകൾ ഉണ്ട്, ആ നമ്പർ തന്നെയായിരിക്കും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇനി നമ്മൾ ഈ നമ്പർ ഓഫ് റിഡൻഡന്റ് ഫോഴ്സുകളെ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കിട്ടിയ വാല്യൂ റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിലെ എലമെന്റ്സ് കണ്ടുപിടിച്ചു, ശരിയല്ലേ. ബട്ട് സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്, അതായത് ഫ്ലെക്സിബിലിറ്റിയുടെ ഓപ്പോസിറ്റ്. അതായത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക, ആരെങ്കിലും പറയാമോ? നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ആണ്. റിയാക്ഷന്റെ ഓപ്പോസിറ്റ് എന്താ? അരുണിമ മിസ്. അതായത് നമ്മൾ ഒരു ജോയിന്റിൽ റിയാക്ഷൻ ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് റെസിസ്റ്റ് ചെയ്യുന്നത്? സപ്പോസ് ഇതാണ് ഒരു സപ്പോർട്ട്. ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. എപ്പോഴാണ് ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യുക? അതായത് നമ്മളിപ്പോ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഡിഫ്ലക്ഷൻ റെസിസ്റ്റഡ് ആണ് അല്ലെ. ഇങ്ങോട്ട് താഴോട്ട് എങ്ങാനും ഇതിന് ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ അവിടെ ആ ഒരു ജോയിന്റിൽ ഏത് ഡയറക്ഷനിലാണോ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്തത് ആ ഡയറക്ഷനിൽ അതിന്റെ ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഡൗൺവേർഡ് സെറ്റിൽമെന്റ്, ഇത് റെസിസ്റ്റഡ് ആണ്. റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ. അതുപോലെ ആ റിയാക്ഷൻ ഫോഴ്സുകളാണ് നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന വാല്യൂസ്. ഓക്കെ, അപ്പം സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട അൺനോൺ എന്ന് പറയുന്നത് ഒരു മെമ്പറിൽ ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അതായത് ഇവിടത്തെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റിഫ്നെസ് വരിക. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ റിഡൻഡന്റ് ഫോഴ്സ് അഥവാ റിയാക്ഷൻ ഫോഴ്സസ് ആണ് ഫൈൻഡ് ചെയ്തത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്റ്റിഫ്നെസ്സിൽ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് റിയാക്ഷൻ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ്, അവിടെ റിയാക്ഷൻ ഇല്ല. അപ്പൊ അവിടെ ഉണ്ടാവുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ എത്രയാണോ അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്നാൽ അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. വൺസ് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിച്ചാൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം നമ്മൾ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിച്ചു. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് റിഡൻഡന്റ് ഫോഴ്സുകളായിരിക്കും. എത്ര റിഡൻഡന്റ് ഫോഴ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ എലമെന്റ്സ് ഉണ്ടാവും. അത് തന്നെയായിരിക്കും ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഓർഡർ വരുന്നത്. സിമിലർലി സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിൽ ആദ്യം നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കും. എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ അത്രയും ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും നമ്മുടെ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഓർഡർ ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറഞ്ഞു വരിക.
ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കാന്ന് നോക്കാം. കോർഡിനേറ്റ്സ് സെലക്ട് ചെയ്യുക, യൂണിറ്റ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ റിഡൻഡന്റ് ഫോഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും ഇല്ലേ? റിഡൻഡന്റ് ഫോഴ്സിന് യൂണിറ്റ് വാല്യൂ കൊടുക്കും. യൂണിറ്റ് റിഡൻഡന്റ് ഫോഴ്സ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യും. ആ റിഡൻഡന്റ് ഫോഴ്സിന് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യും. യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ട് വരുന്ന ഡിസ്പ്ലേസ്മെന്റുകൾ മെഷർ ചെയ്തിട്ടാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുക. സിമിലർലി ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഓർ റൊട്ടേഷൻ. എന്നിട്ട് ആ ഡിഗ്രി ഓഫ് ഫ്രീഡം ഏത് പോയിന്റിലാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കണ്ടുപിടിക്കുന്നത് അവിടെ നമ്മൾ ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റിന് യൂണിറ്റ് വാല്യൂ കൊടുക്കും, യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കും. എന്നിട്ട് ആ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വേണ്ട ലോഡ് കണ്ടുപിടിക്കാം. അതായത് ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. അതാണ് സ്റ്റിഫ്നെസ് മെട്രിക്സിൽ വരിക. ഇതിന്റെ നേരെ എതിരായിട്ട് വരും. ഞാൻ ഡയറക്റ്റ് ഡെറിവേഷനിലേക്ക് പോവാം. ബീം എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഞാൻ ആദ്യം ഒരു ബീം കൺസിഡർ ചെയ്യാണ്. ആ ബീമിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ത്രൂ ഔട്ട് സെയിം ആണ്. ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ, ഇ ആൻഡ് ലെങ്ത് ഇതെല്ലാം സെയിം ആയിരിക്കും. സെയിം ക്രോസ് സെക്ഷൻ ഏരിയ, ദെൻ ഇ, ഐ, ലെങ്ത് ഇതെല്ലാം സെയിം ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ദെൻ ഇതാണ് എൻ്റെ ആക്സിസ്, ഈ ബീമിന്റെ ആക്സിസ്. ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്ന കോർഡിനേറ്റ്സ്, കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒരു ബീം അല്ലേ, ബീമിൽ എപ്പോഴും എന്താണ് ട്രാൻസ്വേഴ്സ് ലോഡ് ആക്ട് ചെയ്യും. ഒരു ട്രാൻസ്വേഴ്സ് ലോഡ് ആക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ മൊമെന്റ് ഡെവലപ്പ് ചെയ്യും ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഇതാണ് എൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ്. ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ കാണിച്ചിട്ടുള്ളത്. അതായത് ഇത് ഐദർ ഇറ്റ് ക്യാൻ ബി എ മൊമെന്റ് ഓർ ഇറ്റ് ക്യാൻ ബി എ റൊട്ടേഷൻ. ദെൻ സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്, സോറി ഇതാണ് ഫസ്റ്റ് കോർഡിനേറ്റ്, ഇത് സെക്കൻഡ് കോർഡിനേറ്റ്, തേർഡ് കോർഡിനേറ്റ്, ഫോർത്ത് കോർഡിനേറ്റ്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്ന് പറയുമ്പോൾ ഇതെന്താകാം, ഒരു ലോഡ് ആകാം. ലോഡിനെ ഞാൻ FY1 റെപ്രസെന്റ് ചെയ്യാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓൾസോ. സോ അതിനെ Δ1 എന്ന് പറയാണ്. അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ, അതെന്താണ് ഒരു വെർട്ടിക്കൽ ലോഡ് ആകാം അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആകാം. വെർട്ടിക്കൽ ലോഡാണ് ഞാൻ FY1 എന്ന് കൊടുത്തിട്ടുള്ളത് ആൻഡ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് Δ1. ദെൻ സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒരു മൊമെന്റ് ആണ്. അപ്പോൾ ഇതിനെന്താണ്, എനിക്ക് മൊമെന്റ് ആകാം അല്ലെങ്കിൽ ഇത് റൊട്ടേഷൻ ആകാം. മൊമെന്റിന് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, റൊട്ടേഷൻ ആണ് അല്ലെ. അപ്പൊ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഐദർ ഇറ്റ് ക്യാൻ ബി എ മൊമെന്റ് ഓർ എ റൊട്ടേഷൻ. ദെൻ സിമിലർലി തേർഡ് കോർഡിനേറ്റ് എന്താണ്, ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഐദർ ഇറ്റ് ക്യാൻ ബി എ ഫോഴ്സ്, അതിനെ ഞാൻ FY3 എന്ന് റെപ്രസെന്റ് ചെയ്തു, ഓർ ഇറ്റ് ക്യാൻ ബി എ ഡിസ്പ്ലേസ്മെന്റ്, അതിനെ ഞാൻ Δ3 എന്ന് വിളിച്ചു. ദെൻ ഫോർത്ത് കോർഡിനേറ്റ് എന്താണ്, ഒരു റൊട്ടേഷൻ ആണ്. അപ്പൊ അതെന്താണ്, മൊമെന്റ് ആകാം, അതിനെ ഞാൻ M4 എന്ന് വിളിച്ചു. അതല്ല, അതിനെ ഞാൻ റൊട്ടേഷനും ആകാം. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതിന് ഞാൻ ഫോർത്ത് കോർഡിനേറ്റ് ആണ്, ബട്ട് ഇതിനെ ഞാൻ രണ്ട് എന്നാണ് വിളിക്കുകയാണ്. അതായത് എന്താണ്, കോർഡിനേറ്റ് ഒന്നാമത്തെ കോർഡിനേറ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ, രണ്ടാമത്തെ കോർഡിനേറ്റ് റൊട്ടേഷന്റെ ഡയറക്ഷനിൽ. അപ്പൊ ഇതെന്താണ്, മൊമെന്റ് M1 വരും, ഇവിടെ വരുമ്പം M2 വരും. സിമിലർലി ഇതെന്താണ്, ഒരു സെക്കൻഡ്, സിമിലർലി ഫസ്റ്റ് കോർഡിനേറ്റ് ഓർ ഫസ്റ്റ് ജോയിന്റ് ഇത്, സെക്കൻഡ് ജോയിന്റ് ഇത്. ഫസ്റ്റ് ജോയിന്റില് ആദ്യത്തെ കോർഡിനേറ്റ് ആണ് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളത്. അപ്പൊ അതെന്താണ്, വെർട്ടിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് രണ്ടാമത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ അല്ലെങ്കിൽ മൊമെന്റ്. ദെൻ രണ്ടാമത്തെ ജോയിന്റ് ആണ് ഇവിടെ. രണ്ടാമത്തെ ജോയിന്റ് എന്ന് പറയുന്നത് റൈറ്റ് എൻഡിൽ ഉണ്ടാവുന്ന വെർട്ടിക്കൽ കോർഡിനേറ്റ് ആണ് FY1 അല്ലെങ്കിൽ Δ1. ഓക്കെ, കൺഫ്യൂഷൻ ആക്കിയല്ലേ, ഞാൻ ആദ്യം ഒന്നുകൂടെ പറഞ്ഞുതരാം.
ഇതാണ് എൻ്റെ ബീം. ഫസ്റ്റ് ജോയിന്റ് ഇവിടെ ആൻഡ് സെക്കൻഡ് ജോയിന്റ് ഇവിടെ. ഈ ജോയിന്റിൽ ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റ് ഉണ്ട്, ഒരു മൊമെന്റ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റും ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ ജോയിന്റിലും ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റ് ഉണ്ട്, ഒരു മൊമെന്റ് ഉണ്ട്. ഈ വെർട്ടിക്കൽ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇത് എന്താണ്, ഫോഴ്സ് ആകാം, ഡിസ്പ്ലേസ്മെന്റ് ആകാം. ഫോഴ്സ് ആണെങ്കിൽ ഞാൻ Fy1 കൊടുത്തു, ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ Δ1 കൊടുത്തു. ആൻഡ് മൊമെന്റ്, ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത്, ഇത് ഈ രണ്ടാമത്തെ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ജോയിന്റിൽ ഉണ്ടാവുന്ന രണ്ടാമത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, either it can be a moment അല്ലെങ്കിൽ റൊട്ടേഷൻ. അതിന് ഞാൻ m1 θ1 കൊടുത്തു. ആൻഡ് രണ്ടാമത്തെ ജോയിന്റിൽ ഉണ്ടാവുന്ന വെർട്ടിക്കൽ ഫോഴ്സിനെ ഞാൻ Fy2 Δ2, ആൻഡ് ഇതെന്ന് പറയുന്നത് m2 θ2. ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്ന ഫോം എന്തായിരിക്കും? P = K × ഡെൽറ്റ. ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്? ലോഡാണ്. ഇവിടെ ഈ കാണിച്ചിട്ടുള്ളതിൽ ലോഡുകൾ ഏതൊക്കെയാണ്? Fy1 ലോഡാണ്, m1 ലോഡാണ്, Fy2 ലോഡാണ് ആൻഡ് m2 ലോഡാണ് അല്ല. അപ്പൊ ഞാൻ ഈ പി മെട്രിക്സ് എന്ന് പറയുന്നത് എടുത്തെഴുതാം. പി മെട്രിക്സ് എടുത്തെഴുതുമ്പോൾ ആദ്യത്തെ ലോഡ് ഞാൻ Fy1, ദെൻ അവിടെ തന്നെ ഉണ്ടാവുന്ന രണ്ടാമത്തെ ലോഡ് m1, ദെൻ റൈറ്റ് ഹാൻഡിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ലോഡ് Fy2 ആൻഡ് m2. ഇത്രയുമാണ് നമുക്ക് ലോഡുകൾ ഉള്ളത്. ഈക്വൽ ടു ഇതെന്താണ്? സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്, ഓർ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. നമ്മൾ രണ്ടാമത് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കണ്ടുപിടിക്കും. ദിസ് വൺ ഈസ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഇതിന്റെ ഓർഡർ എന്തായിരിക്കും? ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4 ഫോഴ്സുകൾ ഉണ്ട് അല്ലെ? 4 ഫോഴ്സുകൾ ഉണ്ട്, 4 ഡിഫ്ലക്ഷനുകൾ ഉണ്ട്. അപ്പം ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 4x4 മെട്രിക്സ് ആയിരിക്കും. 4x4 മെട്രിക്സ് ആകുമ്പോൾ എനിക്ക് എലമെന്റ് റെപ്രസെന്റ് ചെയ്യാം. K11, K12, K13, K14, then K21, K22, K23 and K24. ഇതാണ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇൻടു ഡെൽറ്റ മെട്രിക്സ്. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്ലക്ഷൻ ആണ്. ഇവിടെ ഏതൊക്കെയാണ് ഡിഫ്ലക്ഷൻ വരുന്നത്? Δ1 θ1 ആൻഡ് Δ2 θ2. Δ1 ഇതാണ് നമ്മുടെ മെട്രിക്സ് ഫോം വരുന്നത്. അതായത് സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് P = K × ഡെൽറ്റ. ഇതിൽ P എന്ന് പറയുന്നത് ലോഡ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള 2 ജോയിന്റ്, ഒരു ജോയിന്റിൽ 2 കോർഡിനേറ്റ്സ് ഉണ്ട്. ആദ്യത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. അപ്പൊ എന്താണ്, ആ ഫോഴ്സ് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള കോർഡിനേറ്റ് ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഫോഴ്സ് ആയിരിക്കും. അതിനെ ഞാൻ Fy1 കൊടുത്തിട്ടുള്ളത്. സിമിലർലി അവിടുത്തെ ഡിഫ്ലക്ഷൻ Δ1. അതാണ് ഇവിടെ വന്ന Fy1 ഉം ഇവിടെ വന്നിട്ടുള്ള Δ1 ഉം. ദെൻ അവിടെ തന്നെ ഉണ്ടാവുന്ന രണ്ടാമത്തെ കോർഡിനേറ്റ് ആണ് ഒരു മൊമെന്റ് ആണ്, മൊമെന്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ ആണ്. ആ മൊമെന്റിന് ഞാൻ m1 കൊടുത്തു ആൻഡ് റൊട്ടേഷന് ഞാൻ θ1 കൊടുത്തു. അപ്പൊ രണ്ടാമത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് m1, അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് θ1. ദെൻ സെക്കൻഡ് റൈറ്റ് എൻഡില് രണ്ടാമത്തെ ജോയിന്റിൽ ഉണ്ടാവുന്ന ആദ്യത്തെ കോർഡിനേറ്റ് അല്ലെങ്കിൽ കോർഡിനേറ്റ് 3 എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളതാണ്. അപ്പൊ അതിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സിനെ Fy2, കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനെ Δ2 എന്ന് കൊടുത്തു. ഓക്കെ. ദെൻ ഉണ്ടാവുന്ന ഫോർത്ത് കോർഡിനേറ്റ്, സെക്കൻഡ് ജോയിന്റിൽ ഉണ്ടാവുന്ന ഫോർത്ത് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒരു മൊമെന്റ് ആണ്. ആ മൊമെന്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ, മൊമെന്റിനെ ഞാൻ m2 എന്ന് റെപ്രസെന്റ് ചെയ്തു ആൻഡ് റൊട്ടേഷനെ ഞാൻ θ2 എന്ന് റെപ്രസെന്റ് ചെയ്തു. തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത് 4x4 മെട്രിക്സ് ആയിരിക്കും, കാരണം ഇവിടെ ഉണ്ടാവുന്ന 4 കോർഡിനേറ്റ്സ് ആണ്. അതിനെ ഞാൻ ഓരോ എലമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? അല്ലെങ്കിൽ